ഹേ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് എന്ന് വെച്ചാൽ ഫുഡ് തന്നെയാണ്. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം സ്ഥലമൊക്കെ എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും അല്ല, കണ്ണൂരിലെ ഏകദേശം ആൾക്കാർക്ക് അറിയുന്നൊരു സ്ഥലമാണ് നമ്മുടെ ബെയ്റൂത്ത് മന്തി. അപ്പോൾ അവിടുത്തെ മന്തീൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പോയി കഴിച്ചവർക്ക്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു നൈറ്റ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ബെയ്റൂത്തിൽ ഞാൻ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മന്തിയാണ് അവിടെ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഒരു മന്തീൻ്റെ വീഡിയോയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെയ്റൂത്തിലെ മന്തി എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് കൂടിയിട്ട് അതിൽ കപ്പിൾസും ബാച്ചിലേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ടൂറൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ അത് നടക്കാറില്ല. പക്ഷേ ഇത് സഡൻ പ്ലാൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നടന്നു. അങ്ങനെ ബെയ്റൂത്തിലെ തിരക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ പോയ പാടന്നെ ഒരു ടോക്കൺ എടുക്കണം. അപ്പോൾ സീറ്റൊക്കെ ഒഴിഞ്ഞാൽ നമ്മളെ വിളിക്കും. അപ്പം നമ്മുടെ സമയമായാലും വിളിച്ചാൽ എത്രയാണോ ആൾക്കാരുള്ളത് ആ ഒരു ഇതിനെ പറ്റി സീറ്റൊക്കെ അവൈലബിൾ ആക്കി അവർ നമ്മളെ വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് അവിടെ അത്രയും തിരക്കാണ്. അവിടെ ട്രാവലർ വിളിച്ച ഒരാൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവസാനം ഞങ്ങളുടെ പേര് വിളിച്ച് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. പിന്നെന്താ, നമുക്ക് ഏറ്റവും കംഫർട്ടായ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, ഭക്ഷണം കഴിക്കുക, വർത്തമാനം പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അന്നത്തെ ദിവസം തന്നെ നമുക്ക്, കാരണം ഏറ്റവും നമ്മൾ കംഫർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിരിക്കും അത്. പിന്നെ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല, കാരണം എല്ലാവരും നാട്ടിൽ വേണം, എല്ലാവർക്കും ലീവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് എല്ലാവരും കൂടെ ഒരുമിച്ച് നാട്ടിലൊരു ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും. കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ ഫുഡ് വരാൻ ലേറ്റ് ആയതിൽ വലിയ മടുപ്പൊന്നും തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും കാലത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്നൊരു ഗെറ്റ് ടുഗദറായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ വർത്താനം പറഞ്ഞ് ചിരിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതൊക്കെ ടേസ്റ്റ്, എനിക്കൊന്ന് മന്തി ആയിരുന്ന സമയത്തേക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സലാഡാണെങ്കിലും മയോണൈസൊക്കെ ആണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് വന്നു. ഫുഡ് ഞങ്ങൾ പെരി മന്തിയും പിന്നെ ഒരു നോർമൽ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്കെപ്പോഴായാലും പെരി മന്തിയാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര എരീൻ്റെ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു. പിന്നെ അവിടുത്തെ മന്തീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും കണ്ണൂരിലെ ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി കഴിച്ചു നോക്കൂ. ഞാൻ പറയുന്നതിനേക്കാളും എനിക്ക് ഒരു മന്തി ലവറാണെങ്കിൽ, മന്തി ലവറല്ലാത്ത ആളോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ മന്തി ലവറാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് കഴിച്ചു നോക്കൂ. അടിപൊളിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. അവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം അടിപൊളിയായിരിക്കും ഫുഡ് എന്ന്. അപ്പം ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഗ്രാമ്പൊക്കെ ഇട്ടൊരു ടീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സമയം അവിടെ പുറത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ മട്ടന്നൂരിലെ ഫ്രൂട്ട് ഐസിൽ കയറി. അവിടെ പലതരം വെറൈറ്റി ഐസുകളുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിലും 11:30 ആ ഒരു ടൈമിലും അത് ഓപ്പണായിട്ടായിരുന്നു ഉണ്ടായത്.
അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാവർക്കും ഓരോ അവരവരെ ഇഷ്ടത്തിലുള്ള ഓരോ ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു 2 വീക്ക് ബിഫോർ ഉള്ള ഒരു സൺഡേയിലെ വീഡിയോ ആയിരുന്നു. അപ്പം ഇപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്ലേവർ സെലക്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ഐസ് മട്ടന്നൂർ നമ്മുടെ ഫാമിലി വെഡ്ഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഐസൊക്കെ കഴിച്ച് പിന്നെയും കുറേ സമയം വർത്താനം പറഞ്ഞു ചിരിച്ചു. എല്ലാം കൂടെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.